കള്ളക്കർക്കിടകമാണ്. ദീനങ്ങൾ ധാരാളം വർദ്ധിക്കും. ദാരിദ്ര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മഴയും പേമാരിയാണ്. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ പഞ്ഞമാസം എന്നും കർക്കിടകത്തെ പറയാറുണ്ട്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശാന്ത മനസ്സിൽ ലളിത ആഹാരം കഴിച്ച് നാമജപങ്ങളോടുകൂടി ഇരിക്കേണ്ട മാസം. തൊടി ഒരു മാസം മുമ്പ് എന്നെ വൃത്തിയാക്കി തുടങ്ങും. കാരണം ഏഴജന്തുക്കൾ മഴക്കാലത്ത് വന്നുകൂടാൻ സാധ്യതയുണ്ട്. വീട് വെള്ള തേക്കും, എങ്കിലെ വെള്ള പൂശും. കിണറും കിണറ്റിൻകരയൊക്കെ വൃത്തിയാക്കും. കർക്കിടകത്തിൻ്റെ തലേ ദിവസം പൊട്ടീനെ കളയണം. അതായത് ചേട്ടാ ഭഗവതിയെ ഒഴിവാക്കണം. അതിന് വീട് മാറാലി അടിക്കും. ഈ കൂട്ടത്തിൽ പൊട്ടിയതും മങ്ങിയതുമായ രാമായണം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. വീട് വൃത്തിയാക്കിയ ശേഷം വീട്ടിലെ ഗൃഹനാഥ കുറ്റിച്ചൂല്, മുറം, പഴന്തുണി, വേസ്റ്റ് ഇതെല്ലാം കൂടി വീടിൻ്റെ 4 മൂലയിലും ഒന്ന് കറങ്ങും. കറങ്ങുമ്പോൾ കുറ്റിച്ചൂലുകൊണ്ട് നിലത്ത് അടിച്ചിട്ട് പറയും, പൊട്ടിയേ പോകുന്നു. വീട്ടിലുള്ള ചെറിയ കുട്ടികളും പറയാൻ കൂടും. എന്നിട്ട് വീടിന് പുറത്ത് 4 കൂടിയ മൂലയിൽ കൊണ്ടിടും. അതിനുശേഷം അവർ കുളിച്ച് ഈറനെടുത്ത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവർ നിലവിളക്ക് തെളിയിച്ച് ശ്രീപാർവതിയും മക്കളും വരൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കണം. ത്രിസന്ധ്യയ്ക്ക് നാമജപത്തിന് ശേഷം പൂജാമുറി ക്ഷേത്രത്തെ പോലെ വെക്കണം. ത്രിസന്ധ്യയ്ക്ക് നാമജപത്തിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയ പലകയുടെ മുകളിൽ അഷ്ടമംഗല്യം, ദശപുഷ്പം, വിളക്ക്, കിണ്ടി എല്ലാം തയ്യാറാക്കി വയ്ക്കും. മറ്റൊരു പീഠം തൊട്ടടുത്ത് വയ്ക്കും. അതിൽ ഹനുമാൻ സ്വാമി രാമായണം കേൾക്കാൻ വന്നിരിക്കാൻ വേണ്ടിയാണ്. രാമായണം പാരായണം ചെയ്യുമ്പോൾ ഹനുമാൻ സ്വാമി വരാറുണ്ട് അത്രേ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ആ പീഠം തയ്യാറാക്കുന്നത്. രാമായണം പട്ടിൽ പൊതിഞ്ഞു വേണം വയ്ക്കാൻ. ഗ്രന്ഥം, അലക്കിയമുണ്ട്, ചന്ദനം, കൺമഷി, കുങ്കുമം ഞളും ഒക്കെ വയ്ക്കാറുണ്ട്. ആ പീഠത്തിൽ ഭഗവതി വരികയാണ് എന്ന സങ്കല്പത്തിലാണ് വയ്ക്കുന്നത്. രാമായണം പട്ടിൽ പൊതിഞ്ഞാണ് വയ്ക്കാറുള്ളത്. ആ രാമായണം പാരായണം ചെയ്യാൻ ഉത്തമമായ സമയം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിലും ത്രിസന്ധിക്കുമാണ്. രാമായണം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ചില അനുവാദങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്. രാമായണം പാരായണം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഗണപതി ഭഗവാനെ സ്മരിക്കണം. ഗുരുവിനെ സ്മരിക്കണം. 3ാമത് ഹനുമാൻ സ്വാമിയാണ് സ്മരിക്കേണ്ടത്. പിന്നെയാണ് ശ്രീരാമ ഭഗവാനെ സ്മരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കാൻ. പാരായണം ചെയ്യുന്നതിന് മുമ്പ് ഇത് പ്രാർത്ഥിക്കണം. അഹങ്കാരം ഉണ്ടാവല്ലേ, തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവല്ലേ, രാമായണം ഭംഗിയായി പാരായണം ചെയ്യാൻ അനുവദിക്കണേ. പാരായണത്തിന് ശേഷം രാമായണം തൊഴുത് രാമായണം പാരായണം ചെയ്ത ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈ രാമായണം പാരായണം ചെയ്യാൻ എനിക്കൊരവസരം തന്നതിന് നന്ദി പറയുന്നു. പാരായണത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പൊറുക്കണേ. ഇത് ഭംഗിയായി പാരായണം ചെയ്യാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് രാമായണം തൊഴണം. രാമായണ മാസത്തിൽ പ്രധാനപ്പെട്ടാണ് നാലമ്പല ദർശനം. ഇപ്പോൾ തന്നെ വിശേഷപ്പെട്ടതാണ് കർക്കിടക വാവുബലി. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ പിതൃക്കളെ സ്മരിച്ചു കഴിഞ്ഞ് അവർക്ക് വാവുബലി കൂട്ടിയാൽ അവർക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കാൻ അവസരം ലഭിക്കും.